കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലി കരാട്ടെ ക്ലാസ്സിനിടെ പലപ്പോഴായി കുട്ടികളുടെ ദേഹത്ത് സ്പർശിക്കും. 8 വയസ്സ് മുതൽക്കുള്ള കുട്ടികളാണ് കരാട്ടെ പഠിക്കാനെത്തുന്നത്. നെഞ്ചത്ത് കൈവച്ച് പഠിപ്പിക്കും. ഇപ്പോൾ ചാലിയാർ പുഴയിൽ മരിച്ചു കിടന്ന അവളും ഇയാളിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. ഇതൊക്കെ തനിക്ക് അറിയാമെന്നും സിദ്ദിഖ് അലി കൊല്ലാനും മടിക്കില്ല എന്നും വ്യക്തമാക്കുകയാണ് മുൻ വിദ്യാർത്ഥിനി. മലപ്പുറം എടവണ്ണപ്പാറയിലെ 17കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കരാട്ടെ ഗുരു സിദ്ദിഖ് അലിക്കെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് കരാട്ടെ പഠിക്കാനെത്തിയ മുൻ വിദ്യാർത്ഥിനി. അധ്യാപകൻ സിദ്ദിഖ് അലി കരാട്ടെ ക്ലാസ്സിനിടെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഈ കുട്ടി പറയുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാണ് ഈ അധ്യാപകൻ ദേഹത്ത് സ്പർശിക്കാറുള്ളത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. 8 വയസ്സ് മുതൽക്കുള്ള കുട്ടികളെയാണ് ഈ സ്ഥാപനത്തിൽ വെച്ച് ഇയാൾ ഉപദ്രവിക്കുന്നത്. പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തുവെന്നാണ് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ. എന്നാൽ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിയുടെ നിരന്തരമായ ഭീഷണിപ്പെടുത്തലിനെ തുടർന്ന് ഈ പരാതി ഇവർക്ക് പിൻവലിക്കേണ്ടി വന്നു. എടവണ്ണപ്പാറയിൽ മരിച്ച പെൺകുട്ടിയെയും അവൾ നേരിട്ട ദുരനുഭവങ്ങളും തനിക്ക് അറിയാമെന്നും സിദ്ദിഖ് അലി കൊല്ലാനും മടിക്കില്ല എന്നാണ് ഇപ്പോൾ പെൺകുട്ടി പറയുന്നത്. അതേസമയം മലപ്പുറം കൊണ്ടോട്ടിയിലെ 17കാരി ചാലിയാർ പുഴയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ സിദ്ദിഖ് അലി റിമാൻഡിലാണ്. മഞ്ചേരി പോക്സോ കോടതിയാണ് പ്രതിയെ ഇപ്പോൾ റിമാൻഡും ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയെ കരാട്ടെ മാസ്റ്റർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും തുടർന്ന് ഇയാൾ റിമാൻഡിൽ പോയതും. സിദ്ദിഖ് അലി നേരത്തെ മറ്റ് 2 പോക്സോ കേസുകളിൽ റിമാൻഡിലായിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും കാണാതെ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം വീട്ടിൽ നിന്നും 100 മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത്. കണ്ടെടുത്ത സമയത്ത് കുട്ടിയുടെ മൃതദേഹത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മുങ്ങൽ വിദഗ്ധർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മേൽവസ്ത്രമായ ചുരിദാർ ടോപ്പും ഷോളും ഒക്കെ കണ്ടെത്തിയത്. അതേസമയം പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കരാട്ടെ പരിശീലകനായി സിദ്ദിഖ് അലിക്ക് ഇതിൽ പങ്കുണ്ടെന്നുമാണ് കുടുംബം ആരോപിച്ചത്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് സിദ്ദിഖ് അലിയുടെ കൊടിയ പീഡന വിവരങ്ങളടക്കം പുറത്തുവരുന്നതും. തുടർന്നാണ് വാഴക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. 8ാം ക്ലാസ് മുതൽ ഈ കുട്ടി കരാട്ടെ പഠിക്കാൻ എത്തുന്നുണ്ട്. സ്കൂളിലെ കൌൺസിലിംഗിനിടെയാണ് ഈ പീഡന വിവരം കുട്ടി വെളിപ്പെടുത്തിയത്. സ്കൂൾ അധികൃതർ കോഴിക്കോട് ശിശുക്ഷേമ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പരാതി വാഴക്കാട് പോലീസിന് കൈമാറി. എന്നാൽ ഈ പെൺകുട്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ലാത്തതിനാൽ മറ്റൊരു ദിവസത്തേക്ക് മൊഴിയെടുക്കാൻ മാറ്റിവെക്കുന്നതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ ദുരൂഹമായിട്ടുള്ള മരണം എന്നാണ് വിവരങ്ങൾ. അതായത് ഈ സംഭവത്തിൽ റിമാൻഡിലായ കരാട്ടെ അധ്യാപകൻ മുൻപ് 2 പോക്സോ കേസുകളിൽ പ്രതിയാണ്. ഊർക്കടവിലെ ഇയാളുടെ വീട്ടിൽ വെച്ച് കരാട്ടെ പരിശീലനത്തിൽ വിവിധ ബാച്ചുകളിലായി 30ഓളം കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ വിജയിച്ച പെൺകുട്ടി മാനസിക പ്രയാസത്തെ തുടർന്ന് 2 ആഴ്ചയോളമായി സ്കൂളിൽ പോയിരുന്നില്ല. പീഡനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരിശീലകൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റു പറഞ്ഞതായിട്ടാണ് പെൺകുട്ടിയുടെ സഹോദരിമാർ പറഞ്ഞത്. പെൺകുട്ടിയുടെ പിതാവും അധ്യാപകനുമൊക്കെ സാമ്പത്തികമായി ഉയർന്ന കുടുംബവുമൊക്കെയാണ്. 3 പെൺകുട്ടികളിൽ ഇളയവളാണ് മരണപ്പെട്ടത്. അതേസമയം എല്ലാം ഗുരുവിന് സമർപ്പിക്കണമെന്നാണ് കരാട്ടെ പഠിക്കാനെത്തുന്ന കുട്ടികളോട് ഇയാൾ പറയുന്നതും. തുടർന്ന് 3 വർഷത്തോളമായി പരിശീലകൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഇക്കാര്യം തങ്ങൾ വൈകിയാണ് അറിഞ്ഞെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരി പറയുന്നത്. സെപ്റ്റംബർ 15-ന് വീണ്ടും പെൺകുട്ടിയെ പീഡിപ്പിച്ചതോടെ പെൺകുട്ടി കടുത്ത മാനസിക പ്രയാസത്തിലായി. കരാട്ടെ ക്ലാസ്സിലെ മറ്റ് പെൺകുട്ടികളെയും കരാട്ടയുടെ പാഠങ്ങൾ അന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പീഡിപ്പിച്ചത്. ഇയാൾ സ്വയം കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന കാര്യം താൻ ഗുരുവും ദൈവവുമാണ്, ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായി സമർപ്പിക്കണം എന്നാണ് കുട്ടികളെ വിശ്വസിപ്പിക്കുന്നത്. നെഞ്ചത്ത് കൈവച്ചാലേ ഗുരുവിന് നിങ്ങളെ അറിയാൻ കഴിയൂ, ഗുരുവിലൂടെ മാത്രമേ വിജയിക്കാനാകൂ എന്നും വിശ്വസിപ്പിക്കും. ക്ലാസ്സിൽ ചേരുന്നവരൊക്കെ ചെറിയ കുട്ടികളാണ്. റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് ശരീര വളർച്ചയെത്തിയ പെൺകുട്ടികളുടെ ദേഹത്ത് കയറിയിരിക്കും. തുടർന്ന് തലോടുകയും ചുണ്ടുകളിൽ പരസ്യമായി ഉമ്മ വയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം തന്നെ സാധാരണ കാര്യങ്ങളെന്നായിരുന്നു കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ച് പീഡിപ്പിച്ചത് എന്നാണ് മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ സിദ്ദിഖ് അലിയുടെ കൊടിയ പീഡന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. നിരവധി പെൺകുട്ടികൾ ഇയാളുടെ അക്രമത്തിന് ഇരയായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പോലീസും പറയുന്നത്. അതിനാൽ തന്നെ ഈ പെൺകുട്ടികളുടെ അടക്കം പരാതികൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നിരീക്ഷിക്കുന്നതും. നിലവിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. വരും ദിവസങ്ങളിൽ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.